പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പിറന്നത് ഒരു പെൻസിൽ തുമ്പിലൂടെ ആയിരുന്നില്ലേ? വരച്ചും വെട്ടിയും മായ്ച്ചും ആ പെൻസിൽ കൊണ്ട് നമ്മൾ മനോഹരമായ ലോകം തീർത്തു. ഒന്നോർത്തു നോക്കിയാൽ ഓരോ പെൻസിലും നമ്മോട് പറയുന്ന ഒട്ടേറെ ജീവിത പാഠങ്ങൾ കൂടിയുണ്ട്, അല്ലേ? ഒരു പെൻസിൽ കൊണ്ട് നന്നായി എഴുതണമെങ്കിൽ ഇടയ്ക്കിടെ മൂർച്ച കൂട്ടണം. എങ്കിൽ മാത്രമേ അതിന് തെളിമയോടെ എഴുതാൻ കഴിയൂ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പരാജയങ്ങളും പെൻസിലിന് മൂർച്ച കൂട്ടുന്ന ആ ഷാർപ്പനർ പോലെയാണ്. അത് നമ്മളെ കൂടുതൽ കരുത്തരും വ്യക്തതയുള്ളവരും ആക്കി മാറ്റും. മറ്റൊന്ന്, പെൻസിലിന്റെ പുറംഭാഗം വർണ്ണശബളമായേക്കാം, മനോഹരമായ ഡിസൈനുകൾ ഉണ്ടാകാം. എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് അടയാളങ്ങൾ വീഴ്ത്തുന്നത് പുറം കാഴ്ചയല്ല, മറിച്ച് ഉള്ളിലെ ഗ്രാഫൈറ്റാണ്. അതുപോലെ നമ്മുടെ ബാഹ്യരൂപത്തെക്കാൾ പ്രധാനം നമ്മുടെ ഉള്ളിലെ ചിന്തകളും സ്വഭാവശുദ്ധിയുമാണ്. പെൻസിലിന്റെ കൂടെ എപ്പോഴും ഒരു ഇറേസറും ഉണ്ടാകാറുണ്ടല്ലോ. അത് നൽകുന്ന സന്ദേശം ലളിതമാണ്. തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ അത് തിരുത്താൻ നമുക്ക് അവസരമുണ്ട്. തെറ്റു പറ്റുന്നതിലല്ല, തെറ്റുകളിൽ നിന്നും പഠിച്ച് മുന്നേറുന്ന ഇടത്താണ് ജീവിതത്തിന്റെ മനോഹാരിത. എന്നാൽ ഒരിക്കൽ നമ്മുടെ കൈകളിൽ നിന്ന് പെൻസിൽ മാറി പേന വന്നെത്തുന്ന ഒരു നിമിഷമുണ്ട്. അവിടെയാണ് ജീവിതത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത്. പെൻസിൽ കൊണ്ട് മായ്ച്ചു കളഞ്ഞതുപോലെ പേനയുടെ അടയാളങ്ങളെ നമുക്ക് മായ്ക്കാനാവില്ല. അവിടെ തെറ്റുകളെ വെട്ടിക്കളഞ്ഞാലും അവ മായാതെ അവിടെ തന്നെ അവശേഷിക്കും. അതുകൊണ്ട് കയ്യിൽ പെൻസിൽ പിടിക്കുന്ന കാലത്തോളം തിരുത്തലുകൾ വരുത്താൻ മടിക്കേണ്ടതില്ല. പെൻസിൽ നൽകുന്ന തിരുത്തലുകളാണ് പേന കൊണ്ട് നമുക്ക് കരുതലോടെ എഴുതാനുള്ള പക്വത നൽകുന്നത്. ആ തിരിച്ചറിവാകട്ടെ നമ്മുടെ ഇനിയുള്ള യാത്രയുടെ വെളിച്ചം.